നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യം. KGOA കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മേഖല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് വെച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിട്ട് ദിവസങ്ങളായി. ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലമായതിനാൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. വീടുകളിൽ രാമായണ പാരായണം ഒരുക്കി കൊളവയിൽ രാജരാജേശ്വരി ക്ഷേത്ര ഭക്തജന കൂട്ടായ്മ. കുട്ടികളും വൃദ്ധജനങ്ങളും അടക്കം നിരവധി പേരാണ് ദിവസേനയുള്ള രാമായണ പാരായണത്തിൽ പങ്കാളികളാകുന്നത്. നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കിയതോടെ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് ഉപയോഗം വർദ്ധിച്ചുവെന്നാണ് കണക്ക്. എന്നാൽ ഹെൽമെറ്റിന്റെ വലിയ വില താങ്ങാനാവാത്തത് പഴയവ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ് ഇരുചക്ര വാഹന യാത്രികർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് ബഡ് സ്കൂളിൽ ആയയുടെ നിയമന മുൻഗണനാ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയെ പരിഗണിക്കാതെ മറികടന്ന് മറ്റൊരാളെ നിയമിക്കാൻ ഭരണസമിതി നീക്കം നടത്തിയെന്ന പരാതിയുമായി ഭിന്നശേഷിക്കാരി രംഗത്തെത്തി. വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിന് സമീപത്തെ KP റയാനത്താണ് ഇതു സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. കാഞ്ഞങ്ങാട് കാരാട്ടുവയൽ നാഗക്കാവ് പ്രതിഷ്ഠാദിനം ഭക്തിയുടെ നിറവിൽ നടന്നു. നാഗപഞ്ചമി ഉത്സവവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യം. KGOA കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മേഖല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് വെച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, PFRDA നിയമം പിൻവലിക്കുക, OPS പുനഃസ്ഥാപിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദലുകളുടെ അനിവാര്യമായ തുടർച്ച ഉറപ്പാക്കുക, വർഗീയതയെയും ഭീകരവാദത്തെയും യുദ്ധഭീകരതയെയും ചെറുക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുഭവവേദ്യമാക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രാജ്ഭവനിലേക്കും വിവിധ മേഖലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ വിദ്യാനഗർ, കാഞ്ഞങ്ങാട് എന്നീ 2 മേഖലകളിലായാണ് മേഖലാ മാർച്ചും ധർണയും നടന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന മേഖലാ മാർച്ച് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നാരംഭിച്ച് ടൗൺ ഹാൾ പരിസരത്ത് സമാപിച്ചു. ടൗൺ ഹാൾ പരിസരത്ത് നടന്ന ധർണ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. സെയ്തലവി ഉദ്ഘാടനം ചെയ്തു. KGOയുടെ 59ാം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പരിപാടി പ്രമേയത്തിന്റെ സന്ദേശവും അതിന്റെ അന്തസ്സത്തെയും നമ്മൾ മുഴുവൻ ഗസറ്റഡ് ജീവനക്കാരിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇത്ര വിപുലമായിട്ടുള്ള രീതിയിൽ മേഖലാതല മാർച്ചുകളും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ KGOയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനാ ജില്ലകളിലും മേഖലാ തലത്തിലാണ് ഇപ്രാവശ്യം വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഈ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ധർണയും അതുപോലെ തന്നെ മാർച്ചും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ചിലും ധർണയിലും പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും KGOയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുക. സഖാക്കൾ, ഇവിടെ ഈ ധർണയുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു. നമ്മൾ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എത്രമാത്രം പ്രസക്തമാണ്, അല്ലെങ്കിൽ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ ഉന്നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധർണയും മാർച്ചും നടത്തുന്നത് എന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം DL സുമ, FSETO ജില്ലാ സെക്രട്ടറി K. ഹരിദാസ്, ജില്ലാ വനിതാ കൺവീനർ അനിത K എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശൻ കോളിക്കര സ്വാഗതവും ജില്ലാ ട്രഷറർ PK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വൈശാഖ് ബാലൻ, ഡോക്ടർ വിക്രം കൃഷ്ണൻ, ഡോക്ടർ സുമേഷ് CS, പ്രകാശൻ K, മനോജ് കുമാർ PV, അനുസൂര്യ M, ഷൈന A, സുഗുണൻ M, വത്സൻ M, ഷാനജ് PV, ലോഹിതാക്ഷൻ P എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് കൺവെൻഷൻ പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. ജില്ലാ പ്രസിഡന്റ് കെ ജയറാം പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് രാജാക്കന്മാർ മാലിഖാൻ കൊടുത്തു. രാജാക്കന്മാർ മുമ്പ് കൊടുത്തു. ഇങ്ങനെ അവർ അസിസ്റ്റന്റുമാരൊക്കെ ഈ സിൽബന്തികളായിരിക്കല്ലോ മാലിഖാൻ എന്ന് പറഞ്ഞൊക്കെ ഒരു സംഖ്യ കൊടുത്തു. പക്ഷേ ഈ പെൻഷൻ സംവിധാനം, ഇങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പിന്നെ തുടങ്ങിയാണ്. ഇങ്ങനെ കുറെ സർക്കാരിന് വേണ്ടി പണിയെടുത്തിട്ട് ഇവർക്ക് പിന്നെ ജീവിക്കാനുള്ള ഒരു തുക എന്ന നിലയിൽ ഒരു സംഖ്യ കൊടുക്കുന്നത്. കേരളത്തിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെങ്ങനെ നമ്മളായെന്ന് നമ്മൾ അറിയണം. യഥാർത്ഥത്തിൽ ഇപ്പൊ ചിലർ ചിന്തിക്കും ഇയാൾ തുടങ്ങിയല്ലോ പഴയ കഥ, പറയാതിരിക്കാൻ രക്ഷയില്ല. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങളൊക്കെ പോലുള്ള ഇവിടെ ഡ്യൂട്ടിയാണ്. നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. അതോടൊപ്പം ഞാൻ ഓർക്കുന്നു, നിങ്ങളെയും ഓർമ്മപ്പെടുത്തപ്പെടുന്നു എന്നതാണ് വസ്തുത. യൂണിറ്റ് പ്രസിഡന്റ് പി കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. പുതുതായി സംഘടനയിലേക്ക് അംഗത്വമെടുത്തവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പെൻഷൻ കുടിശ്ശിക, ക്ഷാമബത്ത കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കുക. 2024 ജൂലൈ മാസത്തിൽ നടപ്പിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കുക. മെഡിസെപ് പ്രീമിയം വർദ്ധിപ്പിക്കാതെ തന്നെ എല്ലാ പ്രധാന ആശുപത്രികളിലും ചികിത്സാ സൗകര്യം നടപ്പിലാക്കുക. ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ, വി കേളു മാസ്റ്റർ, വി വിലാസിനി, വി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി എം വി ദാമോദരൻകുട്ടി സ്വാഗതവും എം ചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിട്ട് ദിവസങ്ങളായി. ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലമായതിനാൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇതോടെ ദുരിതത്തിൽ ആയിരിക്കുകയാണ്. ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിട്ട് ദിവസങ്ങളായി. താലൂക്ക് ഓഫീസും വിവിധ സർക്കാർ ഓഫീസുകൾ അടങ്ങിയ മിനി സിവിൽ സ്റ്റേഷൻ, ഹോസ്ദുർഗ് പോലീസ്, CI, DYSP ഓഫീസുകൾ, ഫയർ സ്റ്റേഷൻ, നഗരസഭാ ഓഫീസ് എല്ലാം പ്രവർത്തിക്കുന്ന ഇവിടെ പ്രവൃത്തി ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ എത്തുന്ന സ്ഥലമാണ്. ഇവർക്കെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾക്കുതകുന്നതായിരുന്നു കംഫർട്ട് സ്റ്റേഷൻ. മഴയും തുടങ്ങിയതോടെ ഇവിടെയെത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇതോടെ ദുരിതത്തിലായി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സ്ത്രീകളെല്ലാം വന്നിട്ട് സ്ത്രീകളും ആണെങ്കിലും കുട്ടികളും എല്ലാവരും വന്നിട്ട് മടങ്ങിപ്പോകുന്നു. ബാത്റൂമിൽ ഇപ്പോൾ സൗകര്യമില്ല. വെള്ളം എല്ലാം പൊട്ടി അപ്പോഴേ ലീക്കാവുന്നു. ഒരാഴ്ച ക്ലിയർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മാസം ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ വെള്ളം ഒഴുകി റോട്ടിൽ ഒഴുകി എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു. ഭയങ്കര കൊതുകും എല്ലാം ഭയങ്കരമായി ശരിക്കും. കൂട്ടിയിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞു അല്ലേ? ഒരു മാസം അടുത്തായിപ്പോൾ ജനങ്ങളിവിടെ വന്നിട്ട് എല്ലാവരും സ്ത്രീകളും കുട്ടികളൊക്കെയാണ് ആദ്യം. മുസ്ലിം പെണ്ണുങ്ങൾ എല്ലാം വന്നിട്ട് അപ്പോഴേ മടങ്ങിപ്പോകുന്നു. മുസ്ലിം ബുദ്ധിമുട്ടായിട്ട്. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ് കെട്ടിടം പുതുക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം പുറത്ത് ടാപ്പും സ്ഥാപിച്ചിരുന്നു. ഇതൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സെപ്റ്റിക് ടാങ്കിന്റെ പ്രശ്നം മൂലമാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടതെന്ന് പറയുന്നു. എന്നാൽ ഇതിന്റെ ജോലികളൊന്നും നടക്കുന്നുമില്ല. ഓട്ടോ ഡ്രൈവർമാർ നഗരസഭാ അധികൃതരെ സന്ദർശിച്ച് ദുരിതങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുതിയ കോട്ട. വീടുകളിൽ രാമായണ പാരായണം ഒരുക്കി കൊളവയിൽ രാജരാജേശ്വരി ക്ഷേത്ര ഭക്തജന കൂട്ടായ്മ. കുട്ടികളും വൃദ്ധജനങ്ങളും അടക്കം നിരവധി പേരാണ് ദിവസേനയുള്ള രാമായണ പാരായണത്തിൽ പങ്കാളികളാകുന്നത്. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തര രാമ ശ്രീരാമ മമ വിദിരമദാം രാമ രാമ. കൊളവയൽ രാജരാജേശ്വരി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രപരിധിയിലെ വീടുകളിൽ കർക്കിടകം 1 മുതൽ രാമായണ പാരായണം ഭക്ത്യാദരപൂർവ്വം നടന്നുവരികയാണ്. രാമായണ പാരായണത്തിലും സത്സംഗത്തിലും നിത്യവും കുട്ടികളും സ്ത്രീജനങ്ങളും വയോജനങ്ങളും പുരുഷന്മാരുമടക്കം 50ഓളം പേരാണ് പങ്കെടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ വീടുകളിൽ വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെ നടക്കുന്ന പരിപാടിയിൽ നാമജപവും രാമായണ പാരായണവും അതിന്റെ അർത്ഥവിവരണവും തുടർന്ന് കുടുംബനാഥന്മാർ ഭഗവാന് ആരതിയും സമർപ്പിക്കുന്നു. പാരായണത്തിന് ശേഷം ചൊല്ലിയ ശീലുകളുടെ അർത്ഥം വിശദീകരിക്കാനും സാധാരണക്കാർക്ക് അവ മനസ്സിലാക്കി കൊടുക്കുന്നതിലും നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവർ ശ്രമിക്കുന്ന കാഴ്ച ഏറെ പ്രശംസനീയമാണ്.
പുതുതലമുറകൾക്ക് ഏറെ താൽപര്യം തോന്നിപ്പിക്കുന്ന ഈ മഹായാനത്തിൽ കുട്ടികളുടെ സാന്നിധ്യവും അവരുടെ പാരായണവും വളരെയേറെ ചർച്ച ചെയ്തു വരികയാണ്. ക്ഷേത്ര മാതൃസമിതിയുടെയും ആധ്യാത്മിക സമിതിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹായജ്ഞം അജിത പ്രഭാകരൻ, വിജിന സതീശൻ, PK ശ്രീധരൻ, ശ്രീധരൻ K, അനിൽകുമാർ, KV ലക്ഷ്മണൻ എന്നിവരുടെ ഏകോപനത്തിലാണ് നടക്കുന്നത്. ഈ വർഷത്തെ കർക്കിടക മാസം രാമായണ മാസം. സാധാരണ എല്ലാ വർഷവും ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ രാമായണ പാരായണം നടത്താറ്. ഈ വർഷം ക്ഷേത്രപരിധിയിലുള്ള എല്ലാ വീടുകളിലും ഓരോ ദിവസം ഓരോ വീടുകളിലും ഉള്ള രാമായണ പാരായണമാണ് ഈ വർഷം നടക്കുന്നത്. നമ്മൾ എല്ലാവരും ഏകദേശം നാട്ടിലെല്ലാവരും എല്ലാ ഗ്രാമങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാരും ഈ പരിപാടിയിൽ സാന്നിധ്യമുണ്ട്. 3 തലമുറകളിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ പാരായണത്തിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഏറ്റവും ചെറിയ തലമുറയിലെ കുട്ടികളും ഈ പരിപാടിയിൽ വരുന്നത് കൊണ്ട് വളരെ ഭംഗിയായി അവർ രാമായണം പാരായണം ചെയ്യാൻ പഠിച്ചു. അവർ നന്നായി പാരായണം ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് പല ആൾക്കാർക്കും താല്പര്യം വരികയും ഈ പരിപാടിയിൽ എല്ലാ ദിവസവും വളരെയേറെ ആൾക്കാർ പരിപാടിയിൽ വന്നുകൊണ്ട് രാമായണ പാരായണം പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൻ്റെ കഥകൾ മനസ്സിലാക്കുവാനും എല്ലാ വീടുകളിൽ നിന്നും കുട്ടികളെ പറഞ്ഞയക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ആദ്യം 10-30 ആൾക്കാരാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 50-60ഓളം ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന ആൾക്കാരും ഈ രാമായണ പാരായണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളെ കൂടാതെ മുതിർന്ന ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 തലമുറയിലുള്ള ആൾക്കാർ ഈ രാമായണ പാരായണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത വർഷം വളരെ നല്ല രീതിയിൽ ഈ വർഷം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അടുത്ത വർഷം ഇതിനേക്കാൾ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇത് കൂടാതെ 4 ഞായറാഴ്ചകളിലും ക്ഷേത്രത്തിൽ വെച്ച് കുട്ടികൾക്കുള്ള പ്രസംഗ മത്സരം, കഥ പറയൽ മത്സരം, രാമായണ പാരായണ മത്സരം തുടങ്ങിയ വ്യത്യസ്ത മത്സരങ്ങളും LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 2 ഞായറാഴ്ചകളിലായി പാരായണം നടക്കുകയാണ്. ഇനിയുള്ള 2 ഞായറാഴ്ചകളിലായി മത്സരങ്ങളും അവർക്കുള്ള വിജയികൾക്കുള്ള സമ്മാനദാനങ്ങളും കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി നമ്മുടെ ലക്ഷ്യം തന്നെ പുതിയ തലമുറകൾക്കുള്ള രാമായണ പാരായണം കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് ക്ഷേത്രത്തിനുള്ളത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സമിതിയുടെ ഒരു പ്രചരണം തന്നെ രാമായണ പാരായണം എല്ലാ വീടുകളിലും രാമായണം എത്തിക്കുക. പല വീടുകളിലും രാമായണമുണ്ട്, ഗ്രന്ഥമുണ്ട്, പക്ഷെ വായിക്കാറില്ല. പലർക്കും പേടിയാണ് രാമായണം വായിക്കാൻ. അപ്പോൾ ആ പേടി മാറ്റി എല്ലാ വീടുകളിലും ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലും രാമമന്ത്രങ്ങൾ കൊണ്ട് ധർമ്മം വളരുന്നതിന് വേണ്ടി, ധർമ്മ പരിചരണം കിട്ടുന്നതിന് വേണ്ടി ഓരോ വീടുകളിലും രാമമന്ത്രം മുഴങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഈ ഒരു രീതിയിൽ തയ്യാറെടുത്ത് രാമായണ പാരായണം നടത്തുന്നത്. പാരായണാനന്തരം എല്ലാവരും ഒത്തുചേർന്ന് പ്രസാദ വിതരണവും ലഘുഭക്ഷണം അടക്കമുള്ളവയും ആസ്വദിച്ച് കഴിച്ച ശേഷമാണ് മടങ്ങുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കിയതോടെ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഉപയോഗം വർദ്ധിച്ചുവെന്നാണ് കണക്ക്. എന്നാൽ ഹെൽമറ്റിന്റെ വലിയ വില താങ്ങാനാവാത്തത് പഴയ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികർ. അംഗീകാരമുള്ള ISI മുദ്ര പതിച്ച പഴയ ഹെൽമറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇരുചക്ര വാഹനയാത്രയിൽ 2 യാത്രക്കാരും ഹെൽമറ്റ് വയ്ക്കണമെന്നത് മോട്ടോർ വാഹന നിയമമാണെങ്കിലും അടുത്ത കാലത്ത് പരിശോധനയും നിരീക്ഷണ ക്യാമറയും വ്യാപകമായതോടെ ഹെൽമറ്റ് സർവീസ് ഗ്രാമങ്ങളിലും സജീവമായി. ഗ്ലാസ് മാറ്റിയിടുക, ക്ലിപ്പ് അപ്ഹോൾസ്റ്ററിയും അറ്റകുറ്റപ്പണി നടത്തുകയോ മാറ്റിയിടുകയോ ചെയ്യുക എന്നതാണ് പാതയോരത്തെ സർവീസ് കേന്ദ്രങ്ങളിൽ ചെയ്തു കൊടുക്കുന്നത്. 100 രൂപ മുതൽ 500 രൂപ വരെ ചെലവഴിച്ചാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ഹെൽമറ്റിന്റെ ചിൻസ്റ്റാബ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവരെ പോലും പിടികൂടി പിഴയടുപ്പിക്കാൻ തുടങ്ങിയതോടെ ഹെൽമറ്റ് സർവീസ് കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പോലീസിനെ ഭയന്നല്ല ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടത്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന ചിന്ത ഇരുചക്ര വാഹന യാത്രക്കാർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് ബഡ് സ്കൂളിൽ ആയയുടെ നിയമന മുൻഗണനാ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയെ പരിഗണിക്കാതെ മറികടന്ന് മറ്റൊരാളെ നിയമിക്കാൻ ഭരണസമിതി നീക്കം നടത്തിയെന്ന പരാതിയുമായി ഭിന്നശേഷിക്കാരി രംഗത്തെത്തി. വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിന് സമീപത്തെ KP റൈഹാനത്താണ് ഇതു സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. യോഗ്യതയുണ്ടായിട്ടും ആയ നിയമനത്തിന്റെ അഭിമുഖത്തിൽ പങ്കെടുത്ത ഈ ഭിന്നശേഷിക്കാരിയായ യുവതിയെ വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷേപിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്തുവെന്നാണ് ഇവർ ആരോപിച്ചത്.
ഇടയിലക്കാട്ടിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ബഡ് സ്കൂളിലേക്കുള്ള ആയ തസ്തികയിലേക്ക് നടന്ന അഭിമുഖത്തിലാണ് തന്റെ ശാരീരിക വൈകല്യം എടുത്തുപറഞ്ഞ് താങ്കൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് റൈഹാനത്ത് ആരോപിച്ചു. എനിക്ക് ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാം എൻ്റെ കാരണം എൻ്റെ ജോലി എൻ്റെ കാലെൻ്റെ വിഷമം തന്നെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ കാര്യത്തിന് കാരണം എനിക്ക് എന്തായാലും ജോലി വേണം. എനിക്ക് നേരിട്ടാണ്. തൃക്കരിപ്പൂരിലെ ഉടുമ്പുംതല ബഡ് സ്കൂളിലും ചെറുവത്തൂർ കാടാങ്കോട്ടെ സ്കൂളിലും 12 വർഷത്തോളമായി ജോലി ചെയ്ത ഇവർ വലിയപറമ്പ് പഞ്ചായത്ത് നേരത്തെ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ 2ാം റാങ്കുകാരിയാണ്. 1ാം റാങ്കുകാരിക്ക് ജോലിയിൽ താൽപര്യമില്ലെന്നിരിക്കെ 2ാം റാങ്കുകാരിയായ തന്നെ നിയമിക്കേണ്ടതിനു പകരം ഇഷ്ടക്കാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും റൈഹാനത്ത് പറഞ്ഞു. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് താൻ നൽകിയ പരാതിയിൽ ഓഗസ്റ്റ് 20 ഹിയറിംഗ് വെച്ചിട്ടുണ്ടെന്നും നിയമനം ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ദേവരാജൻ, MT ബുഷ്ര, M ഹസീന, റൈഹാനത്തിന്റെ ഭർത്താവ് CM മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് കാരാട്ടുവയൽ നാഗക്കാവ് പ്രതിഷ്ഠാദിനം ഭക്തിയുടെ നിറവിൽ നടന്നു. നാഗപഞ്ചമി ഉത്സവവും സംഘടിപ്പിച്ചു. വിശാലമായ വയൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കാരാട്ടുവയൽ നാഗക്കാവ് 18ാം പ്രതിഷ്ഠാദിന ഉത്സവവും ഉത്തര കേരളത്തിൽ അപൂർവമായി നടക്കുന്ന നാഗപഞ്ചമി ഉത്സവവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ട് പത്മനാഭ പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ചടങ്ങുകൾ നടന്നത്. ഗണപതി ഹോമം, സർപ്പബലി, അഭിഷേകം, മഹാപൂജ തുടങ്ങിയ ചടങ്ങുകളും പാൽപായസം, ഇളനീർ അഭിഷേകം, പാലഭിഷേകം, നൂറും പാലും, പുഷ്പാഞ്ജലി, അണ്ണുക്കായ്, ചോറൂണ് തുടങ്ങിയ പ്രാർത്ഥനകളും നടന്നു. നിരവധി ആളുകളാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. അന്നദാന പ്രസാദവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാർഷിക തൊഴിലാളി, അസംഘടിത തൊഴിലാളി പുതിയ കണ്ടം യൂണിറ്റ്, പെട്രോൾ പമ്പ് തൊഴിലാളി മാവുങ്കാൽ BMS യൂണിറ്റ് സംയുക്തമായി മാവുങ്കാൽ ഉദയ ക്ലബ് ഹാളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുടുംബസംഗമവും നടന്നു. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാർഷിക തൊഴിലാളി, അസംഘടിത തൊഴിലാളി പുതിയ കണ്ടം യൂണിറ്റ്, പെട്രോൾ പമ്പ് തൊഴിലാളി മാവുങ്കാൽ BMS യൂണിറ്റ് സംയുക്തമായി മാവുങ്കാൽ ഉദയ ക്ലബ് ഹാളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുടുംബസംഗമവും നടന്നു. BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ സ്ത്രീശക്തി, സാമൂഹ്യ സുരക്ഷയ്ക്ക് ഇതാണ് നമ്മുടെ മുദ്രാവാക്യം വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇത് സമൂഹത്തിൽ നമുക്കറിയാം, അരാജകത്വം എല്ലാ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കയറി വരാൻ തുടങ്ങി. സാധാരണ നമ്മൾ കേട്ട് കേൾവിയായിരുന്നു ക്യാൻസർ മാറിയായിരുന്നു. പണ്ട് ക്യാൻസർ നമ്മൾ മേഖലയിലോ അല്ലെങ്കിൽ ജില്ലയിലോ താലൂക്കോ ഒരാൾക്ക് നമ്മൾ നടന്നിട്ട് അവരെ പിന്നീട് നമ്മൾ പഞ്ചായത്തായിരുന്നു, ഇപ്പോൾ നമ്മുടെ അയൽപക്കത്തായിരുന്നു. അതുമല്ല നമ്മുടെ വീട്ടിലെ ക്യാൻസർ. ഇതേ രാജ്യയുടെ ലവ് ജിഹാദ് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അടുത്തെത്തണം. അതേ രീതിയിലാണ് മയക്കുമരുന്ന്. പണ്ട് കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരാണ് കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുണ്ടോ കഞ്ചാവെന്നൊക്കെ. ഇന്ന് കഞ്ചാവ് അടിക്കുന്ന ആളുകൾ കാണുന്നു. ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള അരാജകത്വം നമ്മളുടെ കുടുംബങ്ങളിൽ എത്താൻ പാടില്ല. ഭാരതീയ വസ്തു സംഘം, അതിൻ്റെ കുടുംബാംഗങ്ങൾ, അതിൻ്റെ പരിസര പ്രദേശം, അത് നമ്മൾ ജീവിക്കുന്ന സമൂഹം, ഈ സമൂഹം അതിൻ്റെ മയക്കുമരുന്നും അനീതിക്കുമെതിരെ നമ്മളുടെ കുടുംബാംഗങ്ങൾ പ്രതിരോധിക്കണമെന്നൊരൊറ്റ ചെറുതോണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ നടത്തുന്നത്. ശിവപ്രസാദ് പുതിയകണ്ടം അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ്, ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട്, മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ടം, വാർഡ് മെമ്പർ MV മധു, വിനു പുതിയകണ്ടം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. അഖില പുതിയകണ്ടം സ്വാഗതവും തങ്കമണി പുതിയകണ്ടം നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
സീഡ് ഇന്റർനാഷണൽ കാസർഗോഡ് താലൂക്കിലെ 1000 വനിതകൾക്ക് സൗജന്യ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് നൽകുന്നു. വ്യക്തിജീവിതത്തിലും തൊഴിൽ രംഗത്തും ഈ കോഴ്സ് ഏറെ പ്രയോജനകരമാക്കുന്നുവെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാപനം നിലനിൽക്കുന്ന മേഖലയിലെ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചാണ് ഇത്രയും വലിയ വിദ്യാഭ്യാസ പദ്ധതി സൗജന്യമായി നടപ്പിലാക്കുന്നതെന്നും 5000-ലധികം അധ്യാപികമാരെ സംഭാവന ചെയ്യുവാനും 50,000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളെ വിവിധ കോഴ്സുകളിൽ പഠിപ്പിക്കുവാനും കഴിഞ്ഞത് സീഡിൻ്റെ അഭിമാനകരമായ നേട്ടമാണെന്നും അധികൃതർ പറഞ്ഞു. കാസർഗോഡ് അതുപോലെ താലൂക്കിലെയും ഹോസ്ദുർഗ് താലൂക്കിലെയും വരുന്ന 1000 വനിതകൾക്ക് നമ്മൾ സൗജന്യമായി കമ്പ്യൂട്ടർ പരിശീലന പദ്ധതി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പഠിതാവിന് 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഓഫീസ് ഓട്ടോമേഷനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ടാണ് ഈ പദ്ധതി നമ്മൾ നടത്തുന്നത്. അതും വനിതകളെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ഇത് ചട്ടഞ്ചാലിലുള്ള നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ കോച്ചിങ് നടക്കുക. അപ്പോൾ ഒരു ദിവസം 7ഓളം സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്ത ബാച്ചുകളായിട്ട് നമുക്കൊരു ദിവസം 70ഓളം വരുന്ന ആളുകൾക്ക് അറ്റ് എ ടൈമിൽ പഠിക്കാൻ തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സീഡ് ഡയറക്ടർ ഷറഫുദ്ദീൻ പാക്യാര, CEO CA ഷഫീഖ്, ഓപ്പറേഷൻസ് മാനേജർ ഷഹീമ ഫിദ, ഓഫീസ് മാനേജർ ഫാത്തിമത്ത് ഫർസാന, ചീഫ് കോർഡിനേറ്റർ ഷബാന നിലർ, മീഡിയ കോർഡിനേറ്റർ അശ്വിനി മോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുത്തൻ വേദി ഒരുങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾക്ക് പുതുമാനം നൽകിക്കൊണ്ടും സ്കൂളിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നും കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുത്തൻ വേദിയൊരുങ്ങി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സഞ്ജീവ് ആയം മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർമാരായ രൂപ സത്യൻ, പ്രസീജ എ, സത്യവതി SR, തമ്പാൻ M, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹിയായ ജയൻ കാടകം, മദർ PTA പ്രസിഡന്റ് രഞ്ജിനി KR, സ്കൂൾ പ്രിൻസിപ്പാൾ മീര ജോസ്, SMC ചെയർമാൻ സുരേഷ് കുമാർ K, സീനിയർ അധ്യാപകനായ അജിത് KG തുടങ്ങിയവരും 2023-24 റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വിജയത്തിനായി പിന്നണിയിൽ പ്രവർത്തിച്ച വിവിധ സബ് കമ്മിറ്റി അംഗങ്ങളായ രാജൻ PP, രാജേഷ് A, ഹനീഫ OP, ജ്യോതി ചന്ദ്രൻ KP, സ്കൂൾ പാർലമെന്റ് കലാവേദി കൺവീനറായ സനീഷ കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് PTA പ്രസിഡന്റ് സുരേഷ് കുമാർ K സ്വാഗതവും ഡോക്ടർ അശോകൻ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദീപ നിശാന്തിന്റെ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തക ചർച്ച നടന്നു. നയന MV ആണ് പുസ്തക പരിചയം നടത്തിയത്. തൃക്കരിപ്പൂർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദീപ നിശാന്തിന്റെ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തക ചർച്ച നടന്നു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ നയന MV ആണ് പുസ്തക പരിചയം നടത്തിയത്. സമകാലികമായി ഒരു പെൺകുട്ടി അവരുടെ കൗമാര കാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത ഓർമ്മകളുമാണ് ഈ പുസ്തകത്തിലൂടെ തുറന്നു കാട്ടുന്നതെന്ന് പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് നയന MV പറഞ്ഞു. ചടങ്ങിൽ ഗ്രന്ഥശാല താലൂക്ക് കൗൺസിൽ അംഗം C സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യുവതാ കൺവീനർ ബിനേഷ് വിത്തൻ സ്വാഗതവും സജീവൻ MP നന്ദിയും പറഞ്ഞു. ദിവ്യ T, സനൂപ്, നമുദ PK, ലൈബ്രറിയ നന്ദന PK എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം വിക്ടേഴ്സ് 2025 സംഘടിപ്പിച്ചു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം വിക്ടേഴ്സ് 2025 സംഘടിപ്പിച്ചു. വിജയോത്സവത്തിന്റെ ഭാഗമായി 2024-25 അധ്യയന വർഷത്തിൽ SLC, VHSC, LSS, USS, NMMS എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം നടന്നു. രമ്യ ദിദിൻജയ PK, സവായി യസ്യാദി, അമിൻ കൃഷ്ണൻ.
वर्षा के, आकाश पी के, किरण के, मालविका पी, श्रीनंद, वर्षा के, प्रिया के, बाबू, സ്കൂളിനായി അനുവദിച്ച പുതിയ SPC യൂണിറ്റ്, വിവിധ പദ്ധതികൾ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നടന്നു. വിജയോത്സവത്തിന്റെയും SPC യൂണിറ്റിന്റെയും ഉദ്ഘാടനം കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വളരുന്ന തലമുറയിൽ അച്ചടക്കത്തിന്റെ ഏറ്റവും വലിയ ഒരു ബോധത്തോടെ, അച്ചടക്ക ബോധത്തോടെ നല്ല ഒരു പൗരബോധം വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഒരുപാട് ജോലികളൊക്കെ അവരുടെ പോകാൻ സമയത്ത് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ആ വിദ്യാലയത്തിൽ തന്നെ അച്ചടക്കം പൊതുണ്ടാകുന്നതിന് വേണ്ടിയുള്ള സഹായം. ആ SPC യൂണിറ്റിൽ അംഗമാകുന്ന കുട്ടികൾ 54 പേരുണ്ടെങ്കിലും അവർ മാത്രമല്ല, നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്കെല്ലാം പൊതുവിൽ വളരെ അച്ചടക്കത്തോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വമായ പഠനം നിർവഹിക്കേണ്ടതിനെ കുറിച്ച്, പാഠ്യേതര വിഷയങ്ങൾ പങ്കെടുക്കേണ്ടതിനെ കുറിച്ച്, എല്ലാ മേഖലകളിലും മികവ് പുലർത്തേണ്ടതിനെ കുറിച്ച്, സർവോപരി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വിദ്യാലയമാക്കി നമ്മുടെ വിദ്യാലയത്തെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ SPC യൂണിറ്റിൻ്റെ പ്രവർത്തനം സഹായകരമാവുന്നതിൽ സ്കൂളിൽ നിരവധി വർഷങ്ങളായി പാചകം ചെയ്ത് നൽകുന്ന കുംഭയെയും MK പ്രിയ ടീച്ചറെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ അധ്യക്ഷത വഹിച്ചു. മറ്റ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കുടുംബത്തിൽ കുട്ടികൾക്ക് സമയം കണ്ടെത്തുന്നില്ല. അപ്പം അതിൻ്റെ ഒരു പ്രയാസം നമ്മളെല്ലാവരും അനുഭവിച്ചു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ രക്ഷിതാക്കൾ സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി സ്ത്രീകളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് ബാക്ക് ടു സ്കൂൾ പോലെ തന്നെ കുടുംബശ്രീ സ്ത്രീകളെ ആകെ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞുകൊണ്ട് എങ്ങനെ കുട്ടികളെ വളർത്തണം. ഇപ്പോൾ കുട്ടികളെ വളർത്തുന്നത് മൊബൈൽ ഫോണാണ്. എൻ്റെ തന്നെ പറഞ്ഞു അല്ലേ, ചെറിയ കുട്ടികളെ വളർത്താൻ മൊബൈൽ ഫോണാണ് നമ്മൾ എല്ലാവരും കരയുന്ന കുട്ടികൾ കൊടുക്കുന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കാസർഗോഡ് ജില്ലാ നോഡൽ ഓഫീസറും അഡീഷണൽ SP-യുമായ CM ദേവദാസൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണൻ മാസ്റ്റർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A. ദാമോദരൻ, ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ P. അജിത് കുമാർ, SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ T. തമ്പാൻ, വാർഡ് മെമ്പർ M. ബാലകൃഷ്ണൻ, സ്കൂൾ PTA പ്രസിഡന്റ് S. ഗോവിന്ദരാജ്, SMC ചെയർമാൻ മൂലക്കണ്ടം പ്രഭാകരൻ, മദർ PTA പ്രസിഡന്റ് സനീജ അജയൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സരള ചെമ്മഞ്ചേരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PV ഗീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 4.5 വർഷമായി പിന്നോട്ടടിക്കുകയാണെന്ന് UDF വലിയപറമ്പ് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ UDF വർഷങ്ങളായി പറയുന്ന കാര്യങ്ങൾ ശരിവയ്ക്കുകയാണെന്ന് റിപ്പോർട്ട് സഹിതം അവർ ആരോപണമുന്നയിച്ചു. വനിതാ ഘടക പദ്ധതിയിൽ ഹരിതകർമ്മസേന വെസൽ യൂണിറ്റുകൾക്കായി 2023-24 വർഷം അനുവദിച്ച തുക വിനിയോഗിച്ചതിൽ ന്യൂനത ചൂണ്ടിക്കാട്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതെന്നും അവർ പറഞ്ഞു. ഇതിനനുവദിച്ച 4.5 ലക്ഷം രൂപ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തതായി UDF നേതാക്കൾ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇത് ചൂണ്ടിക്കാട്ടുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉത്തരവാദികളെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നതായും UDF ആരോപിച്ചു. 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ഇടയിലക്കാട്ടിലെ ബഡ് സ്കൂൾ 5 വർഷം പൂർത്തിയാവുമ്പോഴും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 10ഓളം വിദ്യാർത്ഥികളാണ് സ്കൂളിലെത്താൻ വലിയപറമ്പ് പഞ്ചായത്ത് പരിധിയിൽ തയ്യാറായിട്ടുള്ളത്. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുകയെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. എംപ്ലോയ്മെന്റ് വഴി അധ്യാപികയെ ഈ മാസം നിയമിച്ചെങ്കിലും ആയയുടെ നിയമനം നടത്തിയിട്ടില്ല. പഞ്ചായത്തിൽ ഗതാഗത സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളുമൊന്നും ഈ ഭരണകാലത്ത് നടന്നില്ലെന്നും UDF നേതാക്കൾ ആരോപിച്ചു. മാടക്കാൽ കടവിൽ അനുവദിച്ച ഗ്രാൻഡ്മാ കടത്തു ബോട്ട് വർഷങ്ങളായി കട്ടപ്പുറത്താണെന്നും അവർ പറഞ്ഞു.
വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് UDF ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല, ജനറൽ കൺവീനർ കെ അശോകൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MT അബ്ദുൾ ജബ്ബാർ, PK അബ്ദുൾ ഷുക്കൂർ ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ M അബ്ദുൾ സലാം, C ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. റുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യം. KGOA കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മേഖല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് വെച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിട്ട് ദിവസങ്ങളായി. ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലമായതിനാൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. വീടുകളിൽ രാമായണ പാരായണം ഒരുക്കി കൊളവയിൽ രാജരാജേശ്വരി ക്ഷേത്ര ഭക്തജന കൂട്ടായ്മ. കുട്ടികളും വൃദ്ധജനങ്ങളും അടക്കം നിരവധി പേരാണ് ദിവസേനയുള്ള രാമായണ പാരായണത്തിൽ പങ്കാളികളാകുന്നത്. നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കിയതോടെ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് ഉപയോഗം വർദ്ധിച്ചുവെന്നാണ് കണക്ക്. എന്നാൽ ഹെൽമെറ്റിന്റെ വലിയ വില താങ്ങാനാവാത്തത് പഴയവ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ് ഇരുചക്ര വാഹന യാത്രികർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് ബഡ് സ്കൂളിൽ ആയയുടെ നിയമന മുൻഗണനാ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയെ പരിഗണിക്കാതെ മറികടന്ന് മറ്റൊരാളെ നിയമിക്കാൻ ഭരണസമിതി നീക്കം നടത്തിയെന്ന പരാതിയുമായി ഭിന്നശേഷിക്കാരി രംഗത്തെത്തി. വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിന് സമീപത്തെ KP റയാനത്താണ് ഇതു സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. കാഞ്ഞങ്ങാട് കാരാട്ടുവയൽ നാഗക്കാവ് പ്രതിഷ്ഠാദിനം ഭക്തിയുടെ നിറവിൽ നടന്നു. നാഗപഞ്ചമി ഉത്സവവും സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.